വെൽക്കം ടു ക്യൂബിറ്റ് അക്കാഡമി. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 23/11/2024 മുതൽ 29/11/2024 വരെയുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കാണ് എന്ത് ചെയ്യുന്നത് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ടോപ്പിക് നോക്കാം. ആദ്യത്തെ ടോപ്പിക് എന്താ? പാർലമെൻ്ററി സെക്രട്ടറീസ് ഇൻ സ്റ്റേറ്റ് ആണ് ആദ്യത്തെ ടോപ്പിക്ക്. ഓക്കെ, ഇതെന്താണ് ന്യൂസിൽ വരാൻ കാരണം? എന്താ? ദ സുപ്രീം കോർട്ട് സ്റ്റേഡ് ഹിമാചൽ പ്രദേശ് ഹൈക്കോർട്ട് ഡയറക്ഷൻ റിലേറ്റഡ് ടു പാർലമെൻ്ററി സെക്രട്ടറീസ് ഇൻ സ്റ്റേറ്റ്. അതായത് എന്താണ്, നിലവിൽ നമ്മുടെ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ചെയ്തിട്ടുണ്ട്, ഹിമാചൽ പ്രദേശ് ഹൈക്കോർട്ടിൻ്റെ എന്ത് ചെയ്തിട്ടുണ്ട്, വിധി സ്റ്റേ ചെയ്തിട്ടുണ്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? പാർലമെൻ്ററി സെക്രട്ടറീസ് ഇൻ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ഹിമാചൽ പ്രദേശ് ഹൈക്കോർട്ടിൻ്റെ വിധി ആര് സ്റ്റേ ചെയ്തു? സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ചെയ്തു, സ്റ്റേ ചെയ്തു. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത് എന്ത് ചെയ്തിരിക്കുന്നത്, കറണ്ട് അഫയേഴ്സിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, ഇനി എന്താണ് ഈ പാർലമെൻ്ററി സെക്രട്ടറീസ് ഇൻ സ്റ്റേറ്റ് എന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ദേ ആർ അപ്പോയിൻറ്റഡ് ടു അസിസ്റ്റ് മിനിസ്റ്റേഴ്സ് വിത്ത് പാർലമെൻ്ററി വർക്ക്. ഓക്കെ, അതായത് എന്താണ്, പാർലമെൻ്ററി വർക്കിൽ മിനിസ്റ്റേഴ്സിനെ സഹായിക്കുന്ന ഡെപ്യൂട്ടി മിനിസ്റ്റർമാരെയൊക്കെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഈ പാർലമെൻ്ററി സെക്രട്ടറീസ് ഇൻ സ്റ്റേറ്റ് എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്ന അറിയപ്പെടുന്ന. ദേ ഓഫ്റ്റൻ ഹോൾഡ് ദ റാങ്ക് ഓഫ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഹാവ് ദ സെയിം എൻടൈറ്റിൽമെൻറ്റ് ആൻഡ് ആർ അസൈൻ ടു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. അതായത് നമ്മുടെ ഒരു മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു ഡെപ്യൂട്ടി മിനിസ്റ്ററിന് എന്താണ് അധികാരങ്ങൾ ഉണ്ടാക്കിയിരിക്കും. പക്ഷേ അതേസമയം എന്താണ്, അവർ വർക്ക് ചെയ്യുന്ന എവിടെയായിരിക്കും, ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കും എന്നുള്ള മാറ്റ പ്രത്യേകതയാണ് ഈ പാർലമെൻ്ററി സെക്രട്ടറീസിൻ്റെ എന്താണ് പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ആൻഡ് എന്താണ് പറയുന്നത്, ആൻഡ് വേരിയസ് ഹൈക്കോർട്ട് ഹാവ് ഡീംഡ് അപ്പോയിൻറ്റഡ് ഓഫ് പാർലമെൻ്ററി സെക്രട്ടറീസ് ആസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ. എന്താണ്, പല ഹൈക്കോർട്ടുകളും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പാർലമെൻ്ററി സെക്രട്ടറീസിൻ്റെ എന്താണ് അപ്പോയിൻമെൻറ്റുകൾ ഡീം ചെയ്തിട്ടുണ്ട് അൺകോൺസ്റ്റിറ്റ്യൂഷണലായിട്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇത് ന്യൂസിൽ വരാനുള്ള എന്താണ് ഒരു റീസൺ എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് എന്താണ് ആദ്യത്തെ ന്യൂസ്. ഇനി ഇതിൻ്റെ അപ്പോയിൻമെൻറ്റ് വരുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് പറയുന്നത് അപ്പോയിൻമെൻറ്റ് ഓഫ് പാർലമെൻ്ററി സെക്രട്ടറീസ് ഗോസ് അഗെയിൻസ്റ്റ് 91st Amendment Act of Indian Constitution which introduced Article 164 Clause 1A. അതായത് എന്താണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 91ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരമൊരു ഓഫീസ് വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ആൻഡ് ഏത് ആർട്ടിക്കിളാണ് വരുന്നത്, ആർട്ടിക്കിൾ 164 Clause 1A ഇതിനെക്കുറിച്ച് പറയുന്നത്. എന്താണ് പറയുന്നത്, ലിമിറ്റ്സ് ദ total number of ministers including the chief ministers to 15% of the state legislative assembly members. ഓക്കെ, ഇതാണ് ഏതിൽ പറയുന്നത് 164 Clause 1A പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, എന്താണ് നെക്സ്റ്റ് ന്യൂസ് എന്താണ്, കംപ്രസ്ഡ് ബയോഗ്യാസ് ആണ്. ഓക്കെ, എന്താണ് ഇത് ന്യൂസിൽ വരാൻ കാരണം? ഇന്ത്യാസ് ഫസ്റ്റ് മോഡേൺ self-sufficient Gushala with a state-of-the-art compressed biogas, that means CBG plant launched in Gwalior, Madhya Pradesh. ഓക്കെ, ഇതാണ് ഇത് ന്യൂസിൽ വരാൻ കാരണം. നമുക്കറിയാം എന്താണ് ഈ ബയോഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടുന്ന പ്രിപ്പയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, കാറ്റിൽ ഡങ് അല്ലെങ്കിൽ ഗാർബേജ് എന്നൊക്കെയാണ് എന്ത് പ്രിപ്പയർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുക. ബയോഗ്യാസ് പ്രിപ്പയർ ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക. ഇനി ഇതിൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് എന്താണ്, മീഥൈനാണ്. എബോവ് എത്രയാണ്, 90% മീഥൈനാണ് കാണാൻ പറ്റുക. ഇനി ഇതിൻ്റെ സോഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഡിറൈവ്ഡ് ഫ്രം ഓർഗാനിക് വേസ്റ്റ് മെറ്റീരിയൽ. ഓക്കെ, അതായത് ഓർഗാനിക് വേസ്റ്റ് മെറ്റീരിയലിലൂടെ എന്താണ് അനറോബിക് ഡീകമ്പോസിഷൻ വഴിയാണ് എന്ത് ചെയ്യുന്നത്, ഇത് നിർമ്മിക്കുന്നതായിട്ട് കാണാൻ പറ്റുക. ആൻഡ് ഗ്രീൻ ഫ്യൂവൽ എന്താണ് പറയുന്നത്, ഇറ്റ് ഹാസ് കലോറിഫിക് വാല്യൂ ആൻഡ് അതർ പ്രോപ്പർട്ടീസ് സിമിലർ ടു കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. ഇത് ഏകദേശം എന്താണ് CNGക്ക് തുല്യമാണ്. ആൻഡ് ഹെൻസ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ആസ് ഗ്രീൻ റിന്യൂവബിൾ ഓട്ടോമോട്ടീവ് ഫ്യൂവൽ എന്നുള്ള പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ഇനി ഇതിൻ്റെ എസ്റ്റിമേറ്റഡ് പൊട്ടൻഷ്യൽ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 62 മില്യൺ മെട്രിക് ടൺസ് ഇൻ ഇന്ത്യയാണ് നമുക്ക് കാണാൻ പറ്റുക. ആൻഡ് ഇതിൻ്റെ പോളിസി സപ്പോർട്ട് എന്താണ്, SAT-80 സസ്റ്റൈനബിൾ ആൾട്ടർനേറ്റീവ് ടുവേർഡ്സ് അഫോർഡബിൾ ട്രാൻസ്പോർട്ടേഷൻ സ്കീം വഴിയാണ് എന്ത് ചെയ്യുന്നത്, ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഗാൽവാൻസിങ് ഓർഗാനിക് ബയോ ആഗ്രോ റിസോഴ്സസ് ദാൻ ഗോബർധാൻ സ്കീം വഴിയാണ്. ക്ലിയർ. നെക്സ്റ്റ് ന്യൂസാണ് എന്ത്, സി വിജിൽ 24.
എന്താണ് ഇത് ന്യൂസിൽ വരാൻ കാരണം? റീസെൻ്റ്ലി ദ 4th edition ഓഫ് സീ വിഗിൽ 24 എ മേജർ പാൻ ഇന്ത്യൻ കോസ്റ്റൽ ഡിഫൻസ് എക്സൈസ് വാസ് കൺക്ലൂഡഡ്. ഓക്കെ, എന്താണ് സീ വിഗിൽ എക്സൈസ് എന്ത് ചെയ്തിട്ടുണ്ട്? കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? അഗെയിൻ ഇത് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ്. ഇത് ഓൾറെഡി നമ്മൾ ഒരു കറണ്ട് അഫെയറിൽ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഇത് ഈ സീ വിഗിൽ എന്ന് പറയുന്നത്, അതുകൊണ്ട് അത് വീണ്ടും പറയുന്നില്ല. നെക്സ്റ്റ് വണ്ണാണ് ഏത്? കോക്കിംഗ് കോൾ. എന്താണ് ന്യൂസ്? എ നീതി ആയോഗ് റിസർച്ച് റിപ്പോർട്ട് സജസ്റ്റ് ദാറ്റ് ഇന്ത്യ മസ്റ്റ് ഇൻക്ലൂഡ് കോക്കിംഗ് കോൾ ഇൻ ലിസ്റ്റ് ഓഫ് ക്രിട്ടിക്കൽ മിനറൽസ് ഫോർ എൻഹാൻസിങ് കോമ്പറ്റീവ്നെസ് ഓഫ് ഇന്ത്യസ് സ്റ്റീൽ സെക്ടർ എന്നാണ് പറയുന്നത്. വൈൽ ഇന്ത്യ ഈസ് എ നെറ്റ് സ്റ്റീൽ എക്സ്പോർട്ടർ, ഇറ്റ് ഈസ് ആൾസോ ദ സെക്കൻഡ് ലാർജസ്റ്റ് ഇമ്പോർട്ടർ ഓഫ് ദ മെറ്റലർജിക് കോൾ ഇൻ ദ വേൾഡ്. ഓക്കെ, എന്താണ് ഇന്ത്യ എന്ന് പറയുന്നത്? എന്താണ് ഒരു നെറ്റ് സ്റ്റീൽ എക്സ്പോർട്ടറാണ്, അതുപോലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് ഇമ്പോർട്ടറാണ് ഇത് മെറ്റലർജിക് കോളിൻ്റെ. ഓക്കെ, ഇനി എന്താണ് കോക്കിംഗ് കോൾ എന്ന് പറയുന്നത്? എന്താണ് കോക്കിംഗ് കോൾ? ഈസ് എ ഹൈ ഗ്രേഡ് ബിറ്റുമിനസ് കോളാണ് ഇത് കോക്കിംഗ് കോൾ വിത്ത് എ ക്വാളിറ്റി ദാറ്റ് അലൗസ് പ്രൊഡക്ഷൻ ഓഫ് മെറ്റലർജിക് കോളാണ്. ആൻഡ് ഹൈ ടെമ്പറേച്ചർ ഹീറ്റിംഗ് ഓഫ് കോക്കിംഗ് കോൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ പ്രൊഡ്യൂസസ് കോക്കാണ്. ആൻഡ് കോക്ക് ഈസ് യൂസ്ഡ് ഇൻ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ആസ് എനർജി സോഴ്സ് ആൻഡ് കെമിക്കൽ ഏജൻറ്റ് കാർബൺ സോഴ്സ് ഇൻ ബ്ലാസ്റ്റ് ഫർണസസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് ഇത് മീർക്കട്ട് ടെലസ്കോപ്പ്. എന്താണ് ഇത് ന്യൂസിൽ വരാനുള്ള കാരണം? എന്താണ്? ആസ്ട്രോണമേഴ്സ് ഹാവ് യൂസ്ഡ് ദ മീർക്കട്ട് റേഡിയോ ടെലസ്കോപ്പ് ടു ഇൻവെസ്റ്റിഗേറ്റ് ഗെയിൻഡ് റേഡിയോ ഗാലക്സീസ് ഇൻ ദ ഫീൽഡ് ഓഫ് കോസ്മോളജിക്കൽ എവല്യൂഷൻ സർവേ കോസ്മോസ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇത് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. ഇനി ഈ മീർക്കട്ട് റേഡിയോ ടെലസ്കോപ്പിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഏതാണ്? നോർത്തേൺ ക്യാപ്പ് പ്രൊവിൻസ് ഓഫ് സൗത്ത് ആഫ്രിക്കയാണ്. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ കണക്റ്റഡ് അറേ ഓഫ് റേഡിയോ ടെലസ്കോപ്പാണ്. അതുപോലെ തന്നെ എന്താണ് പറയുന്നത്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 64 ഇന്റർലിങ്ക്ഡ് receptors including the main reflector, sub-reflector and receivers and other electronics included ആണ്. ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണ്? എക്സ്ട്രീംലി ഹൈ സെൻസിറ്റിവിറ്റി ആണ്, ആൻഡ് വൈൽഡ് ഫീൽഡ് ഓഫ് വ്യൂ ആൻഡ് അൺപ്രഡിക്റ്റഡ് ഇമാജിങ് ക്യാപ്പബിലിറ്റീസും ഏതിൻ്റെ ബെനിഫിറ്റാണ്? ഈ പറയുന്ന മീർക്കട്ട് റേഡിയോ ടെലസ്കോപ്പിൻ്റെ എന്താണ് പ്രത്യേകതകളാണ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ആണ് എന്നുള്ളതാണ്. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് വൺ കിങ് കോബ്ര. എന്താണ് കിങ് കോബ്ര ന്യൂസിൽ വരാനുള്ള കാരണം? എന്താണ്? ദ കർണാടക കിങ് കോബ്ര, ലോക്കലി നോൺ ആസ് കലിംഗ സർബ, വിൽ ഒഫീഷ്യലി ബി നെയ്മഡ് ഒപ്പൻഹേഗസ് കലിംഗ. ഓക്കെ, ഇനി കിങ് കോബ്രയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഹാബിറ്റേറ്റ് നോക്കുകയാണെങ്കിൽ എന്താണ്? തിക്ക് ഫോറസ്റ്റ് ആൻഡ് പ്ലാന്റ്സ് ഓഫ് ഇന്ത്യയാണ്. എവിടെ? ചൈന ആൻഡ് സൗത്ത് ഈസ്റ്റേൺ ഏഷ്യ. ആൻഡ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ എന്താണ്? ഇതിപ്പോൾ കിങ് കോബ്രയുടെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ലോങ്ങസ്റ്റ് വിനമസ് സ്നേക്ക് റീച്ചിങ് അപ് ടു 18 feet ആണ്. ആൻഡ് ലൈഫ് സ്പാൻ എത്രയാണ്? എബൌട്ട് 20 years ഇൻ ദ വൈൽഡ് ആണ്. ഡയറ്റ് എന്താണ്? കോൾഡ് ബ്ലഡഡ് എനിമൽസ്, പർട്ടിക്കുലർലി അതർ സ്നേക്സ് ആണ്. ആൻഡ് ത്രെഡ് ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ റൈസസ് ദയർ ബോഡി എബൌട്ട് 3 to 4 feet എന്നുള്ള ഏകദേശം എന്താണ് 1 meter മുതൽ 1.2 meter വരെ എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ബോഡി റൈസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓഫ് ദ ഗ്രൗണ്ട് എന്നാണ്. ആൻഡ് ഏബിൾ ടു ഫോളോ ദയർ എനിമി ഇൻ ദ പൊസിഷൻ ഓവർ കൺസിഡറബിൾ ഡിസ്റ്റൻസ് എന്നുള്ള മാറ്റ പ്രത്യേകതയാണ് കിങ് കോബ്ര എന്താണ് പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇത്രയും പ്രത്യേകതകളാണ് എന്ത് ചെയ്യാൻ പറ്റുക? കിങ് കോബ്രയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ സാധിക്കുക. നെക്സ്റ്റ് വണ്ണാണ് ന്യൂസിൽ വന്നിരിക്കുന്നതാണ് ഗുയാന. ഇതിൻ്റെ ക്യാപിറ്റൽ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നത് ജോർജ് ടൗൺ ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ന്യൂസിൽ വരാൻ കാരണം? ദ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പെയ്ഡ് എ വിസിറ്റ് ടു ഗുയാന, സൈൻഡ് വേരിയസ് എഗ്രിമെൻറ്റ്സ് ടു സ്ട്രെങ്തൺ ബൈലാറ്ററൽ ടൈസ് ആണ്. കെറിക്കോമിൽ കരീബിയൻ കമ്മ്യൂണിറ്റി ആൻഡ് കോമൺവെൽത്ത് നാഷൻസിൻ്റെ മെമ്പറാണ് എന്നുള്ളത് എന്താണ്? ഇവരുടെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ പൊളിറ്റിക്കൽ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്? സൗത്ത് അമേരിക്ക, നോർത്ത് ഈസ്റ്റാണ് ലൊക്കേഷൻ. ഇനി ബോർഡറിങ് നാഷൻസ് ഏതൊക്കെയാണ്? സുരിനെയിം ഈസ്റ്റിൽ, അതുപോലെ തന്നെ എന്താണ് ബ്രസീലാണ് സൗത്ത് ആൻഡ് സൗത്ത് വെസ്റ്റിൽ, ആൻഡ് വെനിസുല എവിടെയാണ്? വെസ്റ്റിലാണ്. ആൻഡ്
അറ്റ്ലാന്റിക് ഓഷനാണ് ഇത് ബോർഡറിങ് വാട്ടർ അല്ലേ. അപ്പോൾ നമുക്ക് ഈ മാപ്പ് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ സ്ഥലമാണ് എന്താ, ഗുയാന എന്ന് പറയുന്ന ഈ സ്ഥലമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, കറണ്ട് അഫെയർസിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ എന്ന് വിളിക്കുന്ന എവിടെയാണ്, ജോർജ് ടൗണിലാണ് ഇതിൻ്റെ ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബോർഡറിങ്ങിൽ ഏതൊക്കെ വരുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെയാണ് വരുന്നത്, ഒന്ന് ഏതാണ്, സുരിനെയിം ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് നമുക്ക് ബ്രസീൽ കാണാൻ പറ്റും, ആൻഡ് വെനിസുല കാണാൻ പറ്റും. ഇനി ബോർഡറിങ് വാട്ടർ ബോഡി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഏതാ കാണുന്നത്, അറ്റ്ലാന്റിക് ഓഷ്യനാണല്ലേ. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു മാപ്പ് പഠിക്കുമ്പോൾ ശരിക്കും ഒരു ഗ്രാഫ് നമ്മുടെ ഓർമ്മയിലുണ്ടാവണം. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഇമ്പോർട്ടൻറ്റ് ലൊക്കേഷൻ വരുമ്പോൾ എന്ത് ചെയ്യണം, ഇത്തരം സ്ഥലങ്ങൾ എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ ബോർഡറിങ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യം എന്താണ് നമുക്ക് കൃത്യമായിട്ട് എന്താണ് ഓർമ്മയുണ്ടാവണം എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതിലെ മേജർ മൗണ്ടൈൻ റേഞ്ചസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അർക്കായ് മൗണ്ടൈൻസ്, അതുപോലെ തന്നെ പകരിമ മൗണ്ടൈൻസ് ഒക്കെ ഇതിൻ്റെ ഭാഗമാണ്. ആൻഡ് ഹയസ്റ്റ് പോയിൻ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, മൗണ്ട് റോറിമ ഇതിൻ്റെ ഭാഗമാണ്. മേജർ റിവേഴ്സ് ഏതാണ്, കറണ്ടെ, അതുപോലെ തന്നെ ബെർബൈസ്, ഡെമേർക്ക ആൻഡ് എസ്കിബോ എന്നിവയ്ക്ക് എന്താണ് ഇവിടുത്തെ മേജർ റിവേഴ്സ് ആണ് എന്നുള്ളത് ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത്, കറണ്ട് അഫെയറിൽ നോക്കേണ്ടതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, പ്രധാനമായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക എന്നുള്ളതാണ്. ക്ലിയർ. നെക്സ്റ്റ് വണ്ണാണ് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, NCDC അല്ലേ. അപ്പോൾ എന്താണ് ന്യൂസിൽ വരാൻ കാരണം, ദ 91st ജനറൽ കൗൺസിൽ മീറ്റിംഗ് ഓഫ് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ NCDC ഹെൽഡ് ഇൻ ഡൽഹി. ഓക്കെ, ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ന്യൂസിൽ വരുന്നത്. ഇതിൻ്റെ ജനസിസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ആൻ ആക്ട് ഓഫ് പാർലമെൻറ്റ് ഇൻ 1963 ആസ് എ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ അണ്ടർ ദ മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ. അപ്പോൾ ഇത് ഏത് മിനിസ്റ്ററുടെ അണ്ടറിലാണ് വരുന്നതെന്ന് വെച്ചെങ്കിൽ ഏത് മിനിസ്റ്റർ അണ്ടറിലാണ്, മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ്റെ അണ്ടറിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, ഇനി ഇതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ്, ഒന്ന് പറയുന്നത് എന്താണ്, പ്ലാനിങ്, പ്രൊമോട്ടിംഗ്, ഫൈനാൻസിങ് പ്രോഗ്രാംസ് ഫോർ പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, സ്റ്റോറേജ്, എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് എക്സെട്ര ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ്. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്താണ്, ഫൈനാൻസ് പ്രൊജക്റ്റ് ഇൻ റൂറൽ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സെക്ടർ ഫോർ സർട്ടൈൻ നോട്ടിഫൈഡ് സർവീസസ് ഇൻ റൂറൽ ഏരിയാസ് ലൈക്ക് വാട്ടർ കൺസർവേഷൻ, ഇറിഗേഷൻ എക്സെട്ര. അതുപോലെ തന്നെ എന്താണ്, ലോൺസ് ആൻഡ് ഗ്രാൻസ് ആർ അഡ്വാൻസ്ഡ് ടു സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഫോർ ഫൈനാൻസിങ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ലെവൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നുള്ളതും ഇതിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ന്യൂസാണ് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ്. എന്താണ് ന്യൂസിൽ വരാൻ കാരണം, ദ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ICA, the Global Cooperative Conference is being organized in India for the first time in 130 years long history of ICA. ഇതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് കറണ്ട് അഫെയറിൽ വരുന്നത്. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട തീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, കോപ്പറേറ്റീവ്സ് ബിൽഡ് പ്രോസ്പെരിറ്റി ഫോർ ഓൾ. ഓക്കെ, അപ്പോൾ പലപ്പോഴും നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് തീം. എന്താണ് തീം, കോപ്പറേറ്റീവ്സ് ബിൽഡ് പ്രോസ്പെരിറ്റി ഫോർ ഓൾ ആണ്. ആൻഡ് അലൈൻസ് വിത്ത് ദ ഇന്ത്യൻ ഗവൺമെൻറ് വിഷൻ ഓഫ് ശങ്കർ സി സമിതി പ്രോസ്പെരിറ്റി ടു കോപ്പറേഷൻ എന്നുള്ളതാണ്. ക്ലിയർ. ഇനി ഇതിൻ്റെ ICA കുറിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ്, 1895 ലണ്ടനിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് സ്ഥാപിതമാവുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഇനി എന്താണ്, ഇറ്റ് ഈസ് ദ ഗ്ലോബൽ ഓർഗനൈസേഷൻ ദാറ്റ് യൂണിറ്റ്സ് റെപ്രസെൻറ്റ് ആൻഡ് റിസർവ് കോപ്പറേറ്റീവ്സ് അറൗണ്ട് ദ വേൾഡ് എന്നുള്ളതാണ്. ഇതിൽ ഏകദേശം 105 രാജ്യങ്ങളിൽ നിന്നായിട്ട് 306 മെമ്പേഴ്സാണ് നിലവിലുള്ളതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ്. ആൻഡ് എന്താ പറയുന്നത്, ഇറ്റ് സെർവ്സ് ആസ് ദ അപ്പെക്സ് ബോഡി ഫോർ ദ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്, പ്രൊവൈഡിങ് എ ഗ്ലോബൽ പ്ലാറ്റ്ഫോം ഫോർ കൊളാബറേഷൻ, നോളേജ് എക്സ്ചേഞ്ച് ആൻഡ് കോർഡിനേറ്റഡ് ആക്ഷൻ എന്നുള്ള ഇതിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം ഫീച്ചേഴ്സൊക്കെ ഏതിൻ്റെ ഭാഗമായിട്ട് കാണാൻ പറ്റും, ഇതിൻ്റെ ഭാഗമായിട്ട് കാണാൻ പറ്റുമെന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ്.
ഇതിൻ്റെ പ്രത്യേകതയാണ്. നെക്സ്റ്റ് വണ്ണാണ് ഇത് ബാൽബക്ക് ആൻഡ് ടയർ. എന്താണ് ന്യൂസ്? എന്താണ്? ലെബനൻ യുനെസ്കോ കൾച്ചറൽ ഹെറിറ്റേജ് സൈറ്റ് ബാൽബക്ക്, ടയർ ആൻഡ് അഞ്ചർ ആർ ബീയിങ് എൻഡേഞ്ചേർഡ് ബൈ റീകറൻറ്റ് അസൾട്ടൻസ്. ഓക്കെ, ഇതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇത് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റും. ഇനി എന്താണ് ഈ ബാൽബക്ക്, ടയർ ആൻഡ് അഞ്ചർ? ബാൽബക്ക് എന്ന് പറയുന്നതാണ് ബാൽബക്ക് വിത്ത് ദ കൊളോഷ്യൽ സ്ട്രക്ചർ. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഫൈനസ്റ്റ് എക്സാമ്പിൾസ് ഓഫ് ഇമ്പീരിയൽ റോമൻ ആർക്കിടെക്ചർ എന്നുള്ളതാണ്. ആൻഡ് ടയർ എന്ന് പറയുന്നത് ദിസ് ഈസ് ദ ഗ്രേറ്റ് ഫിനോമിനൻ സിറ്റി റൂൾഡ് ദ സീസ് ആൻഡ് ഫൗണ്ടഡ് പ്രോസ്പെറസ് കോളനീസ് സച്ച് ആസ് കാരിസ് ആൻഡ് കാർത്തേജ്, ബട്ട് ഇറ്റ്സ് ഹിസ്റ്റോറിക്കൽ റോൾ ഡിക്ലൈൻ അറ്റ് ദ എൻഡ് ഓഫ് ദ ക്രൂസേഡ്സ് എന്നാണ്. ആൻഡ് അഞ്ചർ എന്താണ്? ദ സിറ്റി ഓഫ് അഞ്ചർ വാസ് ഫൗണ്ടഡ് ബൈ കാൽഫ് വാലിഡ് വൺ അറ്റ് ദ ബീയിങ് ഓഫ് ദ 8th സെഞ്ചുറിയാണ്. ദ റിനേറ്റ്സ് റിസർവ്ഡ് എ വെരി റെഗുലർ ലേ ഔട്ടാണ് ആൻഡ് റീമിനിസ്റ്റൻറ്റ് ഓഫ് ദ പാലസ് സിറ്റീസ് ഓഫ് ആൻഷ്യൻ ടൈംസ് ആണ് ആൻഡ് ആർ യുണീക്ക് ടെസ്റ്റിമണി ടു സിറ്റി പ്ലാനിങ് അണ്ടർ ദ ഉമധ്യാസ് എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി പിന്നെ വരുന്നതാണ് ഇത് ഏഷ്യൻ ഇന്ത്യ ട്രേഡ് ഇൻ ഗുഡ്സ് എഗ്രിമെൻറ്റ്. അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇത് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള. ഓക്കെ, എന്താണ് പറഞ്ഞിരിക്കുന്നത്? റീസെൻ്റ്ലി ദ 6th മീറ്റിംഗ് ഓഫ് ദ ഏഷ്യൻ ഇന്ത്യ ട്രേഡ് ഇൻ ഗുഡ്സ് എഗ്രിമെൻറ്റ് AITIGA എ ജോയിൻറ്റ് കമ്മിറ്റി വാസ് ഹെൽഡ് ഇൻ ന്യൂഡൽഹി. ഓക്കെ, ഇതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇത് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, ഇനി എന്താണ് ഈ AITIGA എന്ന് പറയുന്നത്? ഇറ്റ്സ് എൻറ്റേർഡ് ഇൻ ടു ഫോഴ്സ് ഓൺ January 1, 2010, സൈൻഡ് ഇൻ August 2009. ഇത് നിലവിൽ വരുന്ന എപ്പോഴാണ് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണ്? 2010 ജാനുവരി 1 എന്ത് ചെയ്യുന്നത്? ഇത് നിലവിൽ വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. പക്ഷേ ഇത് എന്നാണ് സൈൻ ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സൈൻ ചെയ്യുന്ന എപ്പോഴാണ്? 2009 ഓഗസ്റ്റ് മാസത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഇത് സൈൻ ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക എന്ന ഏതിൻ്റെ പ്രത്യേകതയാണ്? ഇതിൻ്റെ പ്രത്യേകതയാണ്. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ ഇവിടുന്ന് ചോദ്യം പ്രതീക്ഷിക്കാം. എന്നാണ് നിലവിൽ വന്നത് എന്നും ചോദ്യം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ എന്നാണ് സൈൻ ചെയ്തത് എന്നുള്ളൊരു ക്വസ്റ്റ്യനും വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് പ്രതീക്ഷിക്കാൻ പറ്റും, ഇവിടുന്ന് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇറ്റ് പേവ്ഡ് ദ വേ ഫോർ ദ ക്രിയേഷൻ ഓഫ് വൺ ഓഫ് ദ വേൾഡ്സ് ലാർജസ്റ്റ് ഫ്രീ ട്രേഡ് ഏരിയാസ് ഇൻ സൗത്ത് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ. സൗത്തിലെയും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ എന്താണ് വൺ ഓഫ് ദ വേൾഡ്സ് ലാർജസ്റ്റ് ഫ്രീ ട്രേഡ് ഏരിയ ആണ് ഏതെന്ന് വിളിക്കുന്നത്? AITIGA എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ആൻഡ് ഇത് മെമ്പേഴ്സ് ആരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇന്ത്യ ആൻഡ് ഓൾ ആസിയൻ കൺട്രീസ്, ബുറൈനി, കംബോഡിയ, ഇന്തോനേഷ്യ, ലാവോ, PDR, മലേഷ്യ, മ്യാൻമാർ, ഫിലിപ്പൈൻസ്, സിംഗപ്പൂർ, തായ്ലാൻഡ്, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ASEAN ആസ് എ ഗ്രൂപ്പ് ഈസ് ദ വൺ ഓഫ് ദ മേജർ ട്രേഡ് പാർട്ട്നേഴ്സ് ഓഫ് ഇന്ത്യ വിത്ത് അബൌട്ട് 11% ഓഫ് ഷെയർ ഇൻ ഇന്ത്യാസ് ഗ്ലോബൽ ട്രേഡ് എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസാണ് എന്ത്? പ്രൊജക്റ്റ് വീർഗാഥ. ഇതെന്താണ് ന്യൂസിൽ വരാൻ കാരണം? ഓവർ 1.76 crore സ്കൂൾ സ്റ്റുഡൻസ് ഫ്രം ഓൾ സ്റ്റേറ്റ്സ്, യൂണിയൻ ടെറിട്ടറീസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ പ്രൊജക്റ്റ് വീർഗാഥ 4.0. ഇതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് ന്യൂസിൽ വരുന്നത്. ഇനി പ്രൊജക്റ്റ് വീർഗാഥയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഏത് മിനിസ്റ്റർ അണ്ടറിലാണ് വരുന്നത്? ഇറ്റ് ഈസ് എ ജോയിൻറ്റ് ഇനീഷ്യേറ്റീവ് ബൈ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആൻഡ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ. ഓക്കെ, അപ്പോൾ മിനിസ്ട്രി ഓഫ് ഡിഫൻസും അതുപോലെ തന്നെ എന്താണ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനും ചേർന്നിട്ടാണ് എന്തിന് തുടക്കം കുറിച്ചത്? പ്രൊജക്റ്റ് വീർഗാഥയ്ക്ക് തുടക്കം കുറിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. ഇനി ഇതെന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 2021 മുതലാണ് എന്ത് ചെയ്യുന്നത്? ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുക. ആൻഡ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണ്? ഡിസിമിനേറ്റ് ദ ഇൻസ്പയറിംഗ് tales of various selfless sacrifice and courage of the gallantry awardees and the life stories among the students to include the spirit of patriotism എന്നുള്ളതാണ് സ്കോപ്പ്. എന്താണ്? The project is open for all schools in all states and union territories
ആസ് വെൽ ആസ് സ്കൂൾ അഫിലിയേറ്റഡ് ടു CBSE എന്നുള്ള ഏതിൻ്റെ പ്രത്യേകതയാണ്? ഈ പ്രൊജക്റ്റ് വീർ ഗാഥയുടെ എന്താണ് പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസാണ് രാജരാജ ചോള. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 985 CE മുതൽ 1014 CE വരെയായിരുന്നു. ദ ബർത്ത് ആനിവേഴ്സറി ഓഫ് ലെജൻഡറി ദ ചോള എംപറർ രാജരാജ ചോള സെലിബ്രേറ്റഡ് ഡ്യൂറിങ് ദ സന്ധ്യവീഴ ഇൻ തുഞ്ചാവൂർ, തമിഴ്നാട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇത് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുക. സന്ധ്യവീഴ ഫെസ്റ്റിവൽ ഈസ് ഒബ്സർവ്ഡ് ഇൻ തമിഴ് മന്ത് ഓഫ് ഐപ്പസി വിച്ച് റൺസ് ഫ്രം ദ മിഡ് ഒക്ടോബർ ടു മിഡ് നവംബർ അറ്റ് ദ ബൃഹദേശ്വര ടെമ്പിൾ. ഓക്കെ, ഇത് ബൃഹദേശ്വര ടെമ്പിൾ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരമൊരു സെലിബ്രേഷൻ എന്താണ് കണ്ടക്ട് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക എന്നുള്ള ഏതിൻ്റെ പ്രത്യേകതയാണ്, ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവാം. എന്താണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം നമ്മൾ എന്ത് ചെയ്തു, ഓൾറെഡി പറഞ്ഞു അല്ലേ, ഏകദേശം എന്താണ് 985 CE മുതൽ 1014 CE വരെയാണ്. ആൻഡ് ചോള പവർ റീച്ച്ഡ് ഇറ്റ്സ് പീക്ക് ഡ്യൂറിങ് ദ റിജീൻ ഓഫ് അരുമൗലിവർമ്മൻ ഹു അസ്യൂംഡ് ദ ടൈറ്റിൽ രാജേന്ദ്ര വർമ്മനാണ്. ആൻഡ് രാജേന്ദ്ര ഡിഫീറ്റഡ് ദ ചേര റൂളർ ബഖ്രവർമ്മൻ ഈസ് ദ നേവൽ ബാറ്റിൽ ഓഫ് ഖണ്ഡല കുർസലായാണ്. ആൻഡ് ഹി ആൾസോ invaded Sri Lanka, annexing its northern part and lead to the conquest to Maldives. And he completed construction of famous Rajeshwara Brihadeshwara temple at Tanjavur 1010 AD എന്നുള്ള ഏതിൻ്റെ പ്രത്യേകതയാണ്, ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് ഇത് സംവിധാൻ ദിവസ് 2024. ഇനി എന്താണ് പറയുന്നത്, 7th സംവിധാൻ ദിവസ് ഈസ് ബീയിങ് സെലിബ്രേറ്റഡ് ഓൺ ദ ഡേ ഓഫ് അഡോപ്ഷൻ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, എന്താണ് ന്യൂസിൽ വരാൻ കാരണം, എന്താണ് 7th സംവിധാൻ ദിവസ് എന്താണ്, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്ഷൻ ഡേറ്റിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലേ. അഡോപ്റ്റഡ് ഡേറ്റ് നമുക്കറിയാം എത്രയാണ്, 26 നവംബർ 1949 ഇനി എന്നാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, 26 ജനുവരി 1950 ഇത് നിലവിൽ വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഇനി 2015 സംവിധാൻ ദിവസ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. എന്താണ്, ദ 125th ബർത്ത് ആനിവേഴ്സറി ഇയർ ഓഫ് ഡോക്ടർ BR അംബേദ്കർ ആണ്. അതുകൊണ്ടാണ് അത് അന്ന് എന്ത് ചെയ്യുന്നത്, ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ്. ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ലോങ്ങസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ആൻഡ് നോട്ട് പ്രിൻറ്റഡ് ഓർ ടൈപ്പ്ഡ് ആണ്. എന്താണ്, ഇറ്റ്സ് ഹാൻഡ് റിട്ടൺ ബൈ പ്രേം ബിഹാരി നരേന്ദ്ര ദത്താണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് ബൈ വാസന്ത് കൃഷ്ണൻ വാദ്യാണ് എന്താണ് ഹിന്ദിയിൽ എഴുതിയിരിക്കുന്നതായി കാണാൻ പറ്റുക. ആൻഡ് പേജസ് ആർട്ടിസ്റ്റിക്കലി ഡീകോട്ടഡ് ബൈ ആർട്ടിസ്റ്റ് ഫ്രം ദ ഷങ്കേതൻ അണ്ടർ നന്ദലാൽ ബോസ് എന്നുള്ള ഏതിൻ്റെ പ്രത്യേകതയാണ്, ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് ഇത് പാൻ പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ 2.0. എന്താണ് ന്യൂസിൽ വരാൻ കാരണം, ദ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കോണമിക് അഫയേഴ്സ് CCEA അപ്രൂവ്ഡ് പാൻ 2.0 പ്രൊജക്റ്റ് ഓഫ് ദ ഇൻകം ടാക്സ് IT ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളതാണ്. ആൻഡ് ഇനി പാനിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ്, ആൻ ഇൻ ഗവേണൻസ് ഇനീഷ്യേറ്റീവ് ഫോർ റീ എൻഗേജിങ് ദ ബിസിനസ് പ്രോസസ്സസ് ഓഫ് ടാക്സ് പെയർ രജിസ്ട്രേഷൻ സർവീസസ് ത്രൂ ദ ടെക്നോളജി ഡ്രിവൻ ട്രാൻസ്ഫോർമേഷൻ ആണ്. ആൻഡ് എന്താണ്, ഇറ്റ് വിൽ ബി അപ്ഗ്രേഡഡ് ഓഫ് ദ കറൻറ്റ് പാൻ ടാൻ 1.0 ഇക്കോസിസ്റ്റം എന്നുള്ളതിൻ്റെ പ്രത്യേകതയാണ്. ആൻഡ് പാൻ ഈസ് എ 10-digit യൂണീക്ക് ആൽഫാ ന്യൂമറിക് നമ്പർ ഇഷ്യൂഡ് ബൈ ദ IT ഡിപ്പാർട്ട്മെൻറ്റ് ടു ഐഡൻറ്റിഫൈ ലിങ്ക് ട്രാൻസാക്ഷൻ ടാക്സ് പേയ്മെൻറ്റ്സ് എക്സെട്രയാണ് ഓഫ് ദ ഹോൾഡർ വിത്ത് ദ ഡിപ്പാർട്ട്മെൻറ്റ്. ആൻഡ് ബെനിഫിറ്റ്സ് എന്താണ്, സെർവ് ആസ് എ കോമൺ ഐഡൻറ്റിഫയർ ഫോർ ഓൾ ഡിജിറ്റ് സിസ്റ്റംസ് ഓഫ് സ്പെസിഫൈഡ് ഗവൺമെൻറ് ഏജൻസീസ്, ഡാറ്റ കൺസിസ്റ്റൻസി, സിംഗിൾ സോഴ്സ് ഓഫ് ട്രൂത്ത് എന്നുള്ളത് ഇതിൻ്റെ പ്രത്യേകതയാണ്, ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് ഇത് ബ്ലാക്ക് ട്രിപ്സ്. എന്താണ് ട്രിപ്സ് പരിവിനിസ് എന്താണ് പറയുന്നത്, ദ ബ്ലാക്ക് ട്രിപ്സ് ഇൻഫെക്റ്റേഷൻ ഹാസ് സർഫേഡ് ഇൻ ദ ചില്ലി ക്രോപ്പ് അറൗണ്ട് ബൽക്കരി കർണാടക ആൻഡ് പാർട്സ് ഓഫ് രമസീമ ആന്ധ്രാപ്രദേശാണ്. ദ പെറ്റ് ഹാസ് ബിക്കം ദ എൻഡിമിക് ഇൻ ദ റീജിയൻ എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ്, ഇതിൻ്റെ പ്രത്യേകതയാണ്. ഇനി ബൾക്ക് ട്രിപ്സ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ആൻ ഇൻവേസീവ് സക്കിംഗ് പെസ്റ്റ് ദാറ്റ് ഫീഡ്സ് ഓൺ ടെൻഡർ ഫ്ലോസ്, ഷെഡിങ് ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് ഓൾസോ കേസസ് ഫ്രൂട്ട് ഡ്രോപ്പ് ഇൻ ചില്ലീസ് ലീഡിങ് ടു ദ yield ലോസ് ആണ്.
എന്താണ് പറയുന്നത്, ബോത്ത് അഡൽട്സ് ആൻഡ് ലിവറേജ് ഡാമേജസ് പ്ലാന്റ് ബൈ റാസ്പറിങ് ഇൻ ദ സക്കിംഗ് ഓഫ് ദ പ്ലാനറ്റ് സ്നാപ്പാണ്. ആൻഡ് പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്തൊക്കെയാണ്, പ്രാക്ടീസിങ് ഇൻ്റർക്രോപ്പ് വിത്ത് ദ അഗതി മെയ്സ് ദോഷം ആൻഡ് സ്പ്രേയിങ് ഓഫ് നീം ഓയിൽ എന്നുള്ളതൊക്കെ ഇതിൻ്റെ പ്രത്യേകതയാണ്. നെക്സ്റ്റ് വണ്ണാണ് ഇത് റംഗ ട്രൈബ്. എന്താണ് ന്യൂസിൽ വരാൻ കാരണം, ദ മെമ്പേഴ്സ് ഓഫ് റംഗ കമ്മ്യൂണിറ്റി, എ പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്, റിക്വസ്റ്റഡ് ഫോർ ദ റിക്കോഗ്നിഷൻ ദെയർ ലാംഗ്വേജ് കുബ്രോ. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇതെന്താണ് ന്യൂസിൽ വരാനുള്ള കാരണം. ഇനി രംഗ ട്രൈബിനെ നോക്കുകയാണെങ്കിൽ എന്താണ്, സെക്കൻഡ് ലാർജസ്റ്റ് കമ്മ്യൂണിറ്റി ഓഫ് ട്രിപുര ആൻഡ് ഇൻഡോ മൊഗോളൻ റേസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ രണ്ടിൽ എന്താണ് സെക്കൻഡ് ലാർജസ്റ്റ് കമ്മ്യൂണിറ്റി ആണ് എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഇനി അഗ്രികൾച്ചർ നോക്കുകയാണെങ്കിൽ എന്താണ്, നൊമാഡിക് പ്രാക്ടീസ്, ജും കൾട്ടിവേഷൻ ആൻഡ് അതർ ഫുഡ് ഗ്യാതറിങ് ആക്ടിവിറ്റീസ് ആണ്. ഇവരുടെ റീജിയൻ ആൻഡ് ഫെയ്ത്ത് ഒക്കെ നോക്കുകയാണെങ്കിൽ എന്താണ്, ഹിന്ദുസ് ആണ്. മെജോറിറ്റി ബീയിങ് ഫോളോവേഴ്സ് ഓഫ് വൈഷ്ണവിസം ആണ്. ആൻഡ് ബിലീവ് ഇൻ സ്പിരിറ്റ്സ് ആൻഡ് എക്സസൻസ് ഓഫ് സോൾ ആണ്. ആൻഡ് സോഷ്യൽ എന്താണ്, എൻഡേഞ്ചർമെൻറ്റ്സ്, മാരി വിത്ത് ദയർ കമ്മ്യൂണിറ്റി ആണ്. ആൻഡ് കൾച്ചർ എന്താണ്, ഹൊജഗിരി ഡാൻസ് ആണ്. എന്താ, പെർഫോംഡ് ബൈ ഓൺലി വുമൺ ഇൻ ടീം ഓഫ് 4 to 6 വിത്ത് ദ മെയിൽ മെമ്പേഴ്സ് ഇൻവോൾവ് ഇൻ സിംഗിങ് ദ ലിറിക്സ്, പ്ലേയിങ് ഡ്രം എന്നുള്ളതൊക്കെ ഇതിൻ്റെ പ്രത്യേകതയാണ്. നെക്സ്റ്റ് വണ്ണാണ് ഇത് നരസ്പൂർ കോർബറ്റ് ലേസ്. എന്താണ്, നരസ്പൂർ കോർബറ്റ് ലേസ് ഫ്രം ദ വെസ്റ്റ് ഗോദാവരി ഡിസ്ട്രിക്ട്, ആന്ധ്രാപ്രദേശ്, അവാർഡഡ് ദ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗാണ്. ഇനി എന്താണ് പറയുന്നത്, ദ റൈറ്റ് ടു ഫോർഗോട്ടൻ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ദ റൈറ്റ് ടു റിമൂവ് one's digital footprint from internet searches where it involves the right to privacy ആണ്. And it considered as the part of right to privacy which fundamental right article 21. ഓക്കെ, ആർട്ടിക്കിൾ 21ൻ്റെ ഭാഗമായിട്ട് റൈറ്റ് ടു ഫോർഗോട്ടനെ കാണുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. However, there is no statutory framework that prescribes the right to forgotten. ഇതിന് നിലവിൽ എന്ത് ചെയ്തിട്ടില്ല, നിലവിൽ നിയമപരമായിട്ടുള്ള സപ്പോർട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്, മീൻസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊരു നിയമം നിർമ്മിച്ചിട്ടില്ല. പക്ഷേ ആർട്ടിക്കിൾ 21ൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വണ്ണാണ് ഇത് HIV, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ്. എന്താണ് ന്യൂസിൽ വരാൻ കാരണം, ദ HIV, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് infection have fallen 22% and HIV related that 40% globally ആണ്. ആൻഡ് ദ Lancet HIV journals. ഇനി HIV വൈറസിനെ കുറിച്ചാണെങ്കിൽ ഇറ്റ് ഈസ് ദ വൈറസ് ദാറ്റ് അറ്റാക്സ് സെൽസ് ദാറ്റ് ഹെൽപ്പ് ദ ബോഡി ഫൈറ്റ് ഇൻഫെക്ഷൻ ആണ്. ആൻഡ് ഇറ്റ് ഈസ് അണ്ടർ ട്രീറ്റഡ് HIV ക്യാൻ ലീഡ് ടു ദ ഡിസീസ് എയ്ഡ്സ്, അക്യൂർഡ് ഇമ്മോ ഡെഫിഷ്യൻസി സിൻഡ്രോം. ഇനി ഇതിൻ്റെ ഇനിഷ്യേറ്റീവ്സ് എന്തൊക്കെയാണ്, നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം NACP Phase 5 aims to reduce annual new HIV infection and AIDS related mortalities by 80% by 2025-26 from the baseline value of 2009 and India's HIV and AIDS Prevention and Control Act 2017 എന്നുള്ള ഇതിൻ്റെ ഭാഗമാണ്. നെക്സ്റ്റ് വണ്ണാണ് ഇത് നാഷണൽ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ലിമിറ്റഡ്. ന്യൂസിൽ എന്താണ് വരാൻ കാരണം, the Union Home Minister and Home Minister of Corporation attended Diamond Jubilee celebration of NAFSCOB ആണ്. ഇനി എന്താണ് ഇതിൻ്റെ ജെനിസിസ് എന്താണ്, എസ്റ്റാബ്ലിഷ് ഇൻ 1964 നിലവിൽ വരുന്നത്. എന്താണ്, വിത്ത് എ വ്യൂ ടു ഫെസിലിറ്റേറ്റ് ദ ഓപ്പറേഷൻസ് ഓഫ് സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്സ് ഇൻ ജനറൽ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് പർട്ടിക്കുലർ ആണ്. ആൻഡ് ഒബ്ജക്റ്റീവ് എന്താണ്, ടു ഫെസിലിറ്റേറ്റ് ദസ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ ഇന്ത്യ, ensuring financial inclusion and supporting the rural economy ആണ്. ആൻഡ് പിന്നെ വരുന്നതാണ് പ്രൊമോട്ട് ആൻഡ് പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ മെമ്പർ ഇൻ ബാങ്ക്സ് ഇൻ ഓൾ സ്പെയേഴ്സ് ഓഫ് ദയർ ആക്ടിവിറ്റീസ് ആൻഡ് ഗീവ് എക്സ്പ്രഷൻ ടു ദ വ്യൂസ് ഓഫ് ദി മെമ്പർ ബാങ്ക്സ് ആണ്. ആൻഡ് 3 വിങ്സ് ഓഫ് NAFCOB എന്താണ്, പ്ലാനിങ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആണ്. ആൻഡ് ഓൾ ഇന്ത്യ മ്യൂച്വൽ അറേഞ്ച്മെൻറ്റ് സ്കീംസ് ആൻഡ് കമ്പ്യൂട്ടർ സർവീസസ് ഡിവിഷനൊക്കെ എന്താണ് ഇതിൻ്റെ ഭാഗമാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഇത് ന്യായ് ഛേദ പഹാൽ ബദാവ് കി ക്യാമ്പയിൻ. എന്താണ് പറയുന്നത് ന്യൂസിൽ വരാൻ കാരണം, യൂണിയൻ മിനിസ്റ്റർ ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് ആൻഡ് അഗ്രികൾച്ചർ ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ ഹാസ് ലോഞ്ച്ഡ് 3rd edition ഓഫ് നാഷണൽ ക്യാമ്പയിൻ ന്യായ് ഛേദന പഹൽ ബദ്ലാവ് കി. എന്താണ്, ഇറ്റ് എയിംസ് ടു റൈസ് അവെയർനെസ് ആൻഡ് പ്രൊമോട്ട്
ടാർഗറ്റഡ് ആക്ഷൻ എഗെയിൻസ്റ്റ് ഓൾ ഫോംസ് ഓഫ് ജെൻഡർ ബേസ്ഡ് വയലൻസ് ത്രൂ ഗ്രാസ് റൂട്ട് ഇനീഷ്യേറ്റീവ്സ് എന്നാണ്. അതുപോലെ തന്നെ പറയുന്നതാണ് ഓർഗനൈസ്ഡ് ബൈ ദീൻ ദയാൽ അന്ത്യോദയ യോജന നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ്റെ ഭാഗമാണ്. അണ്ടർ ദ ഏജീസ് ഓഫ് മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് അണ്ടറിലാണ്. As part of initiative, 227 new gender resources centers inaugurated across 30 states in the ഭാഗമാണ്. ഇതിൻ്റെ ക്യാമ്പയിൻ സ്ലോഗൻ എന്താണ്? ഏക് സാത്ത് ഏക് ആവാസ് ഹിംസ കി ഖിലാഫ് എന്നുള്ള ഇതിൻ്റെ ഭാഗമാണ്. ഇതിൻ്റെ സ്ലോഗനാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി 23 എന്താണ് ന്യൂസ്? പൊന്നിയാർ റിവർ ആണ് എന്താണ് ന്യൂസിൽ വരാൻ കാരണം? ദ സുപ്രീം കോർട്ട് സീക്സ് Union government to report prepared by the committee negotiating a dispute between Tamil Nadu and Karnataka over sharing Penniyar River water ആണ്. ഓക്കെ, ഇനി പെന്നിയാർ റിവർ നോക്കുകയാണെങ്കിൽ എന്താണ്? പെന്നിയാർ ബേസിൻ ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് ഇൻ്റർസ്റ്റേറ്റ് ഈസ്റ്റ് ഫ്ലോയിങ് റിവർ ബേസിൻ ആണ്. ആൻഡ് ഇറ്റ് ബേസിൻ ഈസ് ബൗണ്ടഡ് ഇൻ ദ നോർത്ത് പാലാർ ബേസിൻ ആൻഡ് ദ വെസ്റ്റ് ഓൺ ദ സൗത്ത് ബേ ഓഫ് കാവേരി ബേസിൻ ഓൺ ഈസ്റ്റ് ബൈ ബേ ഓഫ് ബംഗാൾ എന്നുള്ളതും ഏതിൻ്റെ പ്രത്യേകതയാണ്? ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ഇറ്റ് കവേഴ്സ് ലാർജ് ഏരിയ ഓഫ് തമിഴ്നാടു ബിസൈഡ്സ് ദ ഏരിയാസ് കവേർഡ് ഇൻ ദ കർണാടക ആൻഡ് ആന്ധ്രാപ്രദേശ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ദക്ഷിൺ പിനഗിനി ഇൻ കന്നഡ ആൻഡ് തെന്നപ്പിനൈ ഇൻ തമിഴാണ്. ആൻഡ് ഇറ്റ് ഒറിജിനേറ്റ്സ് നിയർ നാന്ദിങ് ഇൻ കോലാർ ഡിസ്ട്രിക്റ്റ് ഓഫ് കർണാടക എന്നുള്ളതും ഏതിൻ്റെ പ്രത്യേകതയാണ്? ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് ഇത് സർഫേസ് ഹൈഡ്രോകിനറ്റിക് ടർബൈൻ ടെക്നോളജിയാണ്. എന്താണ് ന്യൂസിൽ വരാൻ കാരണം? ദ സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി ഹാസ് റിക്കോഗ്നൈസ്ഡ് ഷെക് ടെക്നോളജി അണ്ടർ ഹൈഡ്രോ കാറ്റഗറി ടു ഡ്രൈവ് ഇന്നൊവേഷൻസ് ഇൻ ഓൾട്ടർനേറ്റ് ടെക്നോളജീസ് എന്നുള്ളതിൻ്റെ ഭാഗമാണ്. ഇനി എന്താണ്? അൺലൈക്ക് കൺവെൻഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് സിസ്റ്റം ദാറ്റ് റിലേ ഓൺ പൊട്ടൻഷ്യൽ എനർജി ഓഫ് വാട്ടർ, it harness kinetic energy of flowing water with minimal potential ആണ്. And this enables generation of electricity without the need of large dams ആണ്. Significance എന്താണ്? It is the cost effective and scalable solution for generating renewable energy ആണ്. And turbines എന്താണ്? Easy to install ആണ്, making them highly sustainable for locations like canals, hydropower, tail race and channels ആണ്. And that can be deployed in the remote locations where power grid might be absent എന്നുള്ളതും ഏതിൻ്റെ പ്രത്യേകതയാണ്? ഇതിൻ്റെ പ്രത്യേകതയാണ്. നെക്സ്റ്റ് വണ്ണാണ് ഇത് SAR-X-24 എന്താണ്? ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ICG conducting 11th edition of National Maritime Search and Rescue Exercise Workshop SAR-X-24 under the National Maritime Search and Rescue Board at കൊച്ചിയാണ്. എന്താണ് ഇതിൻ്റെ തീം? എന്താണ്? എൻഹാൻസിങ് സെർച്ച് റെസ്ക്യൂ ക്യാപ്പബിലിറ്റീസ് ത്രൂ റീജിയണൽ കൊളാബറേഷൻ ആണ്. സിഗ്നിഫിക്കൻസ് എന്താണ്? ICG's commitment to provide help during large scale contingencies regardless of location nationally or circumstances in Indian search and rescue region and beyond എന്നുള്ളതും ഏതിൻ്റെ പ്രത്യേകതയാണ്? ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കറണ്ട് അഫെയർസാണ് എന്ത് ചെയ്യാറുള്ളത് ഈ ഒരാഴ്ചയിൽ എന്ത് ചെയ്യാറുള്ളത് നമുക്ക് നോക്കാനുള്ളതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക. ഓക്കെ, താങ്ക് യു.